എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് ഒരു ലഘുവായിട്ടുള്ള ഒരു പലഹാരം നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കൊണ്ടിരിക്കുക. കത്തീനേക്കാളും ബലമാണല്ലോ ഇതുകൊണ്ട് ചെത്തുമ്പോഴേ. അപ്പം മിക്കവരും ഇപ്പോൾ ഇതാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതിന് എന്താ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞാനും വാങ്ങിച്ച് ഒരെണ്ണം ഇത് വെച്ചിട്ടൊന്ന് ചെത്തി നോക്കിയിരുന്നു. കുറച്ചായിട്ട് വാങ്ങിയിട്ട് ചെത്താൻ തുടങ്ങിയിട്ട് ക്ലിയറായിട്ട് വരുന്നില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് കിടക്കാം. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നല്ല മൈദ മാവിൽ നമുക്ക് പൊരിക്കുന്നതാണ്. അപ്പോൾ പൊട്ടറ്റയ്ക്ക് സ്വീറ്റുണ്ട്, അപ്പോൾ മൈദയിലും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ചെത്തി കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് വരാം. ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കാം. പഞ്ചസാര, കളറിനൊരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു പൊടിക്ക് ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് പൊരിച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഇടുന്നത് ഒരു 2 സ്പൂണ് പഞ്ചസാരയാണ്. അതിനകത്തേക്ക് കോൺഫ്ലോറിന് പകരം ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്. ചെറിയ സ്പൂണാണെങ്കിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഇടാം, ഒരു 2 എണ്ണം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അധികം വെള്ളം ലൂസാവാത്ത രീതിയിൽ ബാറ്റർ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ബാറ്റർ കലക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഏലക്കായയുടെ പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ പേസ്റ്റ് രൂപത്തിൽ മാറ്റി. ഇപ്പോൾ പേസ്റ്റ് രൂപത്തിലാണെ കുറച്ചുകൂടെ ലൂസാക്കണം. അപ്പോൾ അത് കട്ടിയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത്. ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റായിരുന്നു ഞാൻ പറഞ്ഞത്. 10-15 മിനിറ്റായി കാണും. ഇപ്പോൾ ഓരോന്നായിട്ട് മുക്കി എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരാം. ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. വിട്ടും ചേർത്തതും ഇല്ല. ഇപ്പോഴത് ചേർത്തു ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ ആദ്യം ഇട്ടതിനകത്ത് കുരുമുളക് പൊടി ഇല്ലാത്തതാണ്. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. കുരുമുളക് പൊടി ചേർത്തെന്ന് മാത്രം, ഒരു ഫ്ലേവറിന് മാത്രമേ ഉള്ളൂ. നോമ്പ് തുറക്കാനുള്ള സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പഴം പൊരിക്കുന്നത് പോലെ തന്നെ ഇതേപോലെ ബാറ്റർ റെഡിയാക്കിയാണല്ലോ പഴം കട്ട് ചെയ്തിടുന്നത്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണെന്ന് മാത്രം. നമ്മുടെ നാടൻ പേരിൽ പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. നല്ല മധുരമുള്ള ഗുണകരമായ, ആരോഗ്യത്തിന് ഗുണകരമായ പോഷകങ്ങളുള്ള കിഴങ്ങാണ്. കപ്പ, മരച്ചീനി എന്നൊക്കെ പറയുന്നില്ലേ, അതിനേക്കാളും ഗുണകരമായ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതുപോലെ എല്ലാം വറുത്ത് കോരിയെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. റെഡിയായി കഴിഞ്ഞോ? ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ശബ്ദം ഇടയ്ക്ക് കുറച്ച് കടുപ്പായിട്ട് വരും. ഇപ്പോൾ ശബ്ദം പൊങ്ങാതെ അടഞ്ഞ ശബ്ദമായിട്ട് വരും. ഇനി ഒരു 3 എണ്ണം കൂടെ ഇടാനുണ്ട്.
ഈ സീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള സീറ്റായിട്ടുള്ള പഴംപൊരിയുടെ മിക്സ് ചെയ്യില്ലേ, ഇത് ഞാൻ അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. എക്സ്ട്രാ ആയിട്ട് ചേർത്തതാകെ പെപ്പർ പൗഡർ മാത്രമാണ്. അപ്പോൾ കഷ്ണങ്ങളുടെ നീളവും കനവും ഒക്കെ അവരവർക്ക് സൗകര്യപ്രദമായിട്ട് ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ ചെയ്യാം കേട്ടോ. കാരണം നല്ല അകത്ത് സോഫ്റ്റാണ്, പുറമെ ക്രിസ്പിയാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോയുടെ പൊതുവെ അങ്ങനെയാണല്ലോ, വേവിച്ച് കഴിഞ്ഞാൽ നല്ല സ്വീറ്റുള്ള പൊടിഞ്ഞ് വരും, ഉരുളക്കിഴങ്ങ് പൊടിയുന്നത് പോലെ. സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് അധികം ചൂടൊന്നും വേണ്ട, ചെറിയ ചൂടിൽ തന്നെ വെന്ത് കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നാൽ ഉപകാരമായി. ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് വിലപ്പെട്ടതാണ്, ഓരോ ഷെയറുകളും അതിന്മേലെ വിലപ്പെട്ടതാണ്. പിടിച്ചു നിന്ന് പോവണമല്ലോ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ജീവിത മാർഗങ്ങളാണല്ലോ. പല രീതിയിലല്ലേ ജോലി കണ്ടെത്തുക. ഇനിയിപ്പം ഏത് ജോലി, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ജോലി കിട്ടി റിട്ടയർ ആവാൻ സമയമായി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിട്ടയർമെൻറ്റായി. അപ്പോൾ ഇനിയൊരു ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ സീറ്റെല്ലാം കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇട ദിവസങ്ങളിൽ നിന്നും നാളെയൊക്കെ ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ, കുട്ടികൾ വീട്ടിലിരിക്കല്ലേ, അപ്പോഴും ഉണ്ടാക്കി ഇടവേളകളിൽ കൊടുക്കാം. ഒരു 11 മണിയാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണ്. അധിക ചേരുവകളില്ല, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ നല്ല സ്വീറ്റ് പൊട്ടറ്റോ സ്നാക്ക് റെഡിയായി. ഇങ്ങനെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം കൂടെ ചേർക്കുക, എന്നെ കൂടി ചേർത്ത് പിടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.